മക്കളെ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. ഇന്നലെ ചേർന്ന PSC യോഗത്തിൽ ഒരുപാട് പുതിയ നോട്ടിഫിക്കേഷൻസ് ഈ മാസം 28-ാം തീയതി വരാൻ പോവുകയാണ്. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് വരാൻ പോകുന്നു, സബ് ഇൻസ്പെക്ടർ വരാൻ പോകുന്നു, അതേപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷനായ ജയിലർ നോട്ടിഫിക്കേഷനും വരാൻ പോവുകയാണ്. എന്താ ജയിലർ നോട്ടിഫിക്കേഷന്റെ പ്രത്യേകത? അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റ് 36 വയസ്സാണ്. 36 വയസ്സ് വരെ ജനറൽ കാറ്റഗറി ആണെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. OBC ആണെങ്കിൽ 39 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. SC/ST ആണെങ്കിൽ 41 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. അങ്ങനെ എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ജയിലർ നോട്ടിഫിക്കേഷൻ എന്താ വരാൻ പോകുന്നു ഈ മാസം 28-ാം തീയതി. ഇനി വെറും 17 ദിവസം മാത്രം. നമുക്ക് ഡീറ്റെയിൽസിലേക്ക് പോവാം. എന്താണ് ക്വാളിഫിക്കേഷൻ, ദെൻ സിലബസ് എന്തായിരിക്കും, എക്സാം എന്ന് പ്രതീക്ഷിക്കാം, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇവിടെ നോക്കാം, ഇവിടെ 10ാമത് കിടക്കുന്ന പോയിന്റ് ആണ്. പ്രിസൺസ് ആൻഡ് കറക്ഷൻ സർവീസിൽ അസിസ്റ്റന്റ് ജയിലർ ഗ്രേഡ് 1 സൂപ്രണ്ട്, ദെൻ സബ് ജയിൽ സൂപ്പർവൈസർ, ഓപ്പൺ പ്രിസൺ സൂപ്പർവൈസർ, അങ്ങനെ പറഞ്ഞ് 10ാമത് കിടപ്പുണ്ട് ജയിലർ നോട്ടിഫിക്കേഷൻ, അസിസ്റ്റന്റ് ജയിലർ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നു. ഓക്കെ, ദെൻ നോക്കുക, നെക്സ്റ്റ് പേജ് നോക്കുകയാണെങ്കിൽ അവിടെ ഡേറ്റ് അടക്കം പറയുന്നുണ്ട്. എന്നാണ് നോട്ടിഫിക്കേഷൻ വരുന്നത്? ഈ മാസം 28-ാം തീയതി, നവംബർ 28-ന് നോട്ടിഫിക്കേഷൻ വരുന്നു. അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് നോക്കുകയാണെങ്കിൽ ഡിസംബർ 31 അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ്. ഡിസംബർ 31 നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോവാം. സോ നമുക്ക് ഇവിടെ കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ നമുക്കൊന്ന് എടുക്കാം. കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ എടുത്താൽ അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും. ക്വാളിഫിക്കേഷൻ എന്താണ്, ഏജ് ലിമിറ്റ് എന്താണ്, അതെല്ലാം മനസ്സിലാക്കാൻ പറ്റും. നോക്കുക, ഇതിന് മുമ്പ് വന്ന നോട്ടിഫിക്കേഷൻ 2019 വന്ന നോട്ടിഫിക്കേഷൻ എടുക്കുകയാണെങ്കിൽ അവിടെ സെയിം നോട്ടിഫിക്കേഷൻ പഴയ സാലറി സ്കെയിൽ ആണ് ഇട്ടേക്കുന്നത്. 30,700 മുതൽ 65,400 വരെയാണ് പഴയ സാലറി സ്കെയിൽ വരുന്നത്. സോ പുതിയ സാലറി സ്കെയിൽ വരുമ്പോൾ ഉറപ്പായിട്ടും കൂടും. നമുക്ക് സബ് ഇൻസ്പെക്ടർ ആ റേഞ്ച് ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. മാത്രമല്ല ജയിലറുടെ പ്രത്യേകത നോക്കുകയാണെങ്കിൽ പ്രൊമോഷൻ സാധ്യത വളരെ കൂടുതലാണ്. പെട്ടെന്ന് പ്രൊമോട്ട് ചെയ്ത് മേലിലോട്ട് പോവാം. ഉദാഹരണം പറഞ്ഞാൽ കഴിഞ്ഞ ഈ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് സബ് ഇൻസ്പെക്ടർ ലിസ്റ്റിൽ കയറിയ ആൾക്കാരൊക്കെ നോക്കുകയാണെങ്കിൽ അവരിപ്പോഴും SI തന്നെയാണ്. പക്ഷെ ജയിലറായിട്ട് കയറിയ ആൾക്കാരൊക്കെ പ്രൊമോഷനൊക്കെ കിട്ടി മേലിലോട്ട് പോയിട്ടുണ്ട്. പ്രൊമോഷൻ ചാൻസ് ഒക്കെ വളരെ കൂടുതലാണ്. മാത്രമല്ല സമാധാനത്തോടുള്ള ജോലിയാണ്, സമാധാനം, സന്തോഷം. ഓക്കെ, അപ്പൊ നോക്കുക, ഇവിടെ ക്വാളിഫിക്കേഷൻ വരുന്നത് എനി ഡിഗ്രി ഫ്രം എ വാലിഡ് യൂണിവേഴ്സിറ്റി ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. അത് കഴിഞ്ഞ് ഏജ് ലിമിറ്റ് നോക്കിയേ, ഏജ് ലിമിറ്റ് 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത്. അതായത് പുതിയ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഇങ്ങനെയായിരിക്കും. നിങ്ങൾ ജനറൽ കാറ്റഗറി ആണെങ്കിൽ 2/1/1989 ശേഷം ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും, ജനറൽ കാറ്റഗറി ആണെങ്കിൽ. അത് കഴിഞ്ഞ് OBC ആണെങ്കിൽ 2/1/1986 ശേഷം ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. SC/ST ആണെങ്കിൽ 2/1/1984 ശേഷം ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് ഏജ് ലിമിറ്റ് വരുന്നത്. സോ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ എത്ര അഡ്വൈസ് പോയായിരുന്നു? കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ 36 അഡ്വൈസ് ആണ് ആകെ പോയിരിക്കുന്നത്. 36 അഡ്വൈസ്. അപ്പൊ മനസ്സിലാക്കുക, നമ്മൾ അഡ്വൈസ് നോക്കുമ്പോൾ കുറവാണ്. സബ് ഇൻസ്പെക്ടർ ഒക്കെ പുതിയ ലിസ്റ്റ് കമ്പയർ ചെയ്യുമ്പോൾ ഏതാണ്ട് ഇതേപോലെയൊക്കെ തന്നെയാണ് വരുന്നത്. നിയമനം കുറവാണ്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ ഓക്കെയാണ്. മാത്രമല്ല ഈ യൂണിഫോം പോസ്റ്റ് എന്ന സ്വപ്നമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ അവരൊക്കെ ചിലപ്പോൾ സബ് ഇൻസ്പെക്ടർ അപ്ലൈ ചെയ്യാനായിട്ട് ഏജ് ഓവർ ആയി കാണും, CPO അപ്ലൈ ചെയ്യാനായിട്ട് ഏജ് ഓവർ ആയി കാണും, ബീറ്റ് അപ്ലൈ ചെയ്യാനായിട്ട് ഏജ് ഓവർ ആയി കാണും. പക്ഷെ ഇത് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് ആണ്. ഓക്കെ, അത് കഴിഞ്ഞ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ ജനറൽ കാറ്റഗറി 33 അഡ്വൈസ് ആണ് പോയിരിക്കുന്നത്. ഈഴവ 39, SC 43, ST സപ്ലിയിൽ ഒന്ന് പോയിട്ടുണ്ട്, മുസ്ലിം 57, അത് കഴിഞ്ഞ് LC ആണെങ്കിൽ 41. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കഴിഞ്ഞ ലിസ്റ്റിനകത്ത് നിയമനം പോയിരിക്കുന്നത്. ടോട്ടൽ എത്ര അഡ്വൈസ് പോയിട്ടുണ്ട്? 36 അഡ്വൈസ് ആണ് ടോട്ടൽ പോയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇനി വേണ്ടത് ഒരു അടിപൊളി പ്രിപ്പറേഷൻ ആണ് അല്ലെ. എല്ലാ എക്സാമിനും ചേർത്ത് ഒരു തകർപ്പൻ പ്രിപ്പറേഷൻ ആണ് ഇനി വേണ്ടത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ പുതിയ ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതായത് ഈ മാസം 18-ന് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ക്വാഡ് ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അതിനകത്ത് കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, അതേപോലെ തന്നെ സബ് ഇൻസ്പെക്ടർ, SBCID, അതേപോലെ തന്നെ ഇപ്പോൾ വന്നിരിക്കുന്ന അസിസ്റ്റന്റ് ജയിലർ, എല്ലാത്തിനും കൂടെ ചേർത്തുള്ള ക്ലാസ് അതിനകത്ത് നിങ്ങൾക്ക് കിട്ടും. ഓരോന്നിനും സെപ്പറേറ്റ് കാശ് കൊടുക്കേണ്ടെന്ന് ആവശ്യം വരത്തില്ല. മാത്രമല്ല ഇതൊരു പ്രിലിംസ് കം മെയിൻസ് ബാച്ച് ആണ്. മെയിൻസ് എക്സാം വരെ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് സപ്പോർട്ട് കിട്ടും. അടിപൊളി ക്ലാസ്സസ് ആയിരിക്കും. ഒരിക്കൽ കൂടെ അടിപൊളി ക്ലാസ്സസ് ആയിരിക്കും. പ്രിന്റ് റെഡി ആയിട്ടുള്ള PDF ആയിരിക്കും. ഒരുപാട് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടും. എല്ലാ തിങ്കളാഴ്ചയും വൈകുന്നേരം 6 മണിക്ക് നിങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ സെഷൻ ഉണ്ടാവും. അതേപോലെ തന്നെ മെന്റർഷിപ്പ് സെഷൻസ് ഉണ്ടാകും. അങ്ങനെ ഒരു ടീമായിട്ട് നമുക്ക് ഈ എക്സാമിന് അങ്ങ് പിടിക്കാം. അപ്പൊ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോടാ. ഇതാണ് സൂപ്പർ നോട്ട്സിന്റെ ഡിഗ്രി ലെവൽ ലാസ്റ്റ് ബാച്ച്, ഒരു ലോങ് ടേം ബാച്ചിന്റെ ലാസ്റ്റ് ബാച്ച് ആണ്. അപ്പൊ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോ. വെറും 250 പേർക്ക് മാത്രമേ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ സാധിക്കത്തുള്ളൂ.
കാര്യം ഒരുപാട് കുട്ടികളെ നമുക്കൊന്നും നോക്കാൻ പറ്റത്തില്ല. ഒരാൾക്കൂട്ടത്തിനിടയിലായി പോകും നിങ്ങൾക്ക് ഒരു ശ്രദ്ധ ബാക്കിയൊന്നും കിട്ടത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ 250 പേര് മാത്രമേ ബാച്ചിനകത്ത് ജോയിൻ ചെയ്യത്തുള്ളൂ. അപ്പൊ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ പെട്ടെന്ന് തന്നെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തോ. 8281223366 അല്ലെങ്കിൽ താഴെയുള്ള ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്തോ. സോ മക്കളെ, നമുക്ക് 18-ാം തീയതി ക്ലാസ്സിൽ കാണാം. അപ്പൊ നന്നായിട്ട് വർക്ക് ചെയ്തോ, സ്വപ്നം കണ്ടോ 2026 അവസാനം 2027 നിങ്ങൾ യൂണിഫോം അണിഞ്ഞു നിൽക്കുന്ന രംഗമൊക്കെ സ്വപ്നം കൊണ്ടോടാം. അതിനുവേണ്ടി നന്നായിട്ട് വർക്ക് ചെയ്തോ. ജസ്റ്റ് ഒരു 10 മാസം മാറ്റി വെച്ചാൽ ലൈഫ് സെറ്റ് ആവും. ക്ലാസ്സിൽ കാണാം.